അന ഹാമിദുൻ അന ദാക്കിറുൻ അന ഷാക്കിറു അന ജാഇഉൻ അന നാഇഉൻ അന ആരി ഹിയ സിത്തത്തുൻ വ അന ളമീനു ലിനിസ്ഫിഹാ വ കുനിൽ ളമീന ലിനിസ്ഫിഹാ യാ ബാരി. ഇബ്രാഹിം ഇബ്നു അദ്ഹമിൻ്റെ വളരെ പ്രസിദ്ധമായൊരു കവിതയാണ്. അന ഹാമിദുൻ, ഞാൻ ഹംദ് ചെയ്യുന്നവനാണ്. അന ദാക്കിറുൻ, ഞാൻ ദിക്ർ ചെയ്യുന്നവനാണ്. അന ഷാക്കിറുൻ, ഞാൻ ശുക്ർ ചെയ്യുന്നവനാണ്. അന ജാഇഉൻ, എന്നാൽ എനിക്ക് ജീവിതത്തിൻ്റെ മറ്റ് 3 അവസ്ഥകളുണ്ട്. അന ജാഇഉൻ, ഞാൻ വിശക്കുന്നവനാണ്. അന നാഇഉൻ, ഞാൻ ദാഹിക്കുന്നവനാണ്. അന ആരി, ഞാൻ നഗ്നനാണ്. ഹിയ സിത്തത്തുൻ, പടച്ചവനെ ഈ 6 അവസ്ഥകൾ. വ അനൽ ലമീനു ലിനിസ്ഫിഹ, അതിലെ പകുതിയും, ആദ്യം പറഞ്ഞ ദിക്റും ശുക്റും ഹംദും, ഇത് ഞാൻ ചെയ്തു കൊള്ളാം. വ കുനിൽ ലമീന ലിനിസ്ഫിഹ യാ ബാരി, എന്നാൽ എൻ്റെ വിശപ്പും എൻ്റെ നാണവും എൻ്റെ ദാഹവും അതിൻ്റെ കാര്യം നീ നോക്കിക്കൊള്ളണം എന്ന് പടച്ചവനോട് പറയുന്ന വിശ്വാസിയുടെ മനോവിചാരമാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം ഈ വരികളിലൂടെ പറയുന്നത്. ജീവിതത്തിൽ ദൗർഭാഗ്യകരമായി ഈ സംഗതികളെ കീഴ്മേൽ മറിച്ചവരാണ് നമ്മൾ. അള്ളാഹു നമ്മളുടെ സംരക്ഷണമേറ്റ വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും നമ്മളുടെ വസ്ത്രത്തിൻ്റെയും കാര്യത്തിൽ ബേജാറാവുകയും നമ്മൾ അള്ളാഹുവിനോട് നിർവഹിക്കേണ്ടുന്ന ഹംദിൻ്റെയും ശുക്രിൻ്റെയും ദിക്റിൻ്റെയും കാര്യത്തിൽ വീഴ്ച വരുത്തുകയും ചെയ്യുന്നവർ. അതിനാൽ ഹിയ സിത്തത്തുൻ വ അനൽ ലമീനു ലിനിസ്ഫിഹ, അതിനാൽ ആദ്യത്തെ 3നും ഹംദിനും ശുക്രിനും ദിക്റിനും നമ്മൾ ജാമ്യം നിൽക്കുകയും എൻ്റെ റിസ്ക്കിന്, എൻ്റെ ഭക്ഷണത്തിന്, എൻ്റെ വസ്ത്രത്തിന് പടച്ചവൻ്റെ ജാമ്യമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ പ്രഥമ ബാധ്യതയായി ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നു.